വയനാടിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അവരുടെ ഒക്കെ അഭിപ്രായം കൂടിയാണിത്. അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ കയറണമെന്ന് അവരുടെ ഒരു അഭിപ്രായം പ്രകാരമാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. വയനാട്ടിൽ വന്ന് ഇവിടെ നിങ്ങൾ മിസ് ചെയ്യരുത്. അത്രയും നല്ല ബെനിഫിറ്റാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അതും ഒരുപാട് റേറ്റൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കുന്നു. പക്ഷേ ഞാൻ ഈ വയനാട്ടിൽ വന്നിട്ട് വേറൊരു സ്പോട്ടുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഐറ്റംസുകൾ വില കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ അവർ തരുന്ന സാധനം നല്ല ക്വാളിറ്റിയുള്ള, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും എന്തുമാത്രം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. മരത്തിൻ്റെ ഇത് ഫുൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് വുഡിൻ്റെതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രാമച്ചം അങ്ങനെയുള്ള ഒരുപാട് ആയുർവേദ ഐറ്റംസുകൾ, ജാഗിരി അങ്ങനെയുള്ള അച്ചാറ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി ഒക്കെ നമ്മൾ ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ കയറിയിട്ട് വാങ്ങാം. പിന്നെ ഇതൊക്കെ നമുക്ക് കാറിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളും, പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകൾ, പിന്നെ കുട്ടികൾക്കുള്ള ഐറ്റംസുകൾ, പിന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അച്ചാറുകളും ഉപ്പിലിട്ടതൊക്കെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടോയ്സുകളും ഫാൻസി ഐറ്റംസുകളും, പിന്നെ നമുക്ക് കാറിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളും, വീട്ടിൽ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളും. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത്രയും ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ ഉൾക്കൊള്ളിക്കുമ്പം ചില ആൾക്കാർക്ക് ബോറടിക്കും. അപ്പം അതുകൊണ്ടൊരു 4 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കണ്ട് തന്നെ മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു ഐറ്റംസ് കംപ്ലീറ്റ് ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ഉള്ളത് സ്ക്വാഷുകളാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്ക്വാഷാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഞാനൊരെണ്ണം ഇവിടെ നിന്നല്ല വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ പഴയ പുതുക്കുന്ന പഴയ പണ്ട് കാലത്ത് ഒരുപാട് മിഠായികളും സ്നാക്സുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും അട്രാക്ഷൻ ഈ ഒരു സെക്ഷനാണ് കേട്ടോ. ഇത് ഫുള്ള് മേക്കപ്പ് സെറ്റുകൾ വെക്കാൻ പറ്റിയിട്ടുള്ള, പണ്ട് നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെപ്പ് ഉണ്ടാവുമല്ലോ, സ്വർണ്ണ ചെപ്പ്, അതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഗോൾഡ് വെക്കാം, പിന്നെ മേക്കപ്പ് ഐറ്റംസുകളൊക്കെ വെക്കാം. പിന്നെ ബാഗുകളൊക്കെ നല്ല രസമുള്ള ബാഗാണ് കേട്ടോ. നമ്മൾ സാധാരണ ബാഗിനെക്കാട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാഗുകളാണ്, നല്ല ഭംഗിയുള്ളത്. അപ്പോൾ വയനാട്ടിൽ വരുന്ന ആൾക്കാർ ഇവിടെ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വയനാട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ, വൈത്തിരി എത്തുന്നതിന് മുൻപ് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ലെങ്കിലും വരുന്ന എല്ലാ ആൾക്കാരും ഈ ഷോപ്പ് കാണും. റോഡ് സൈഡിൽ തന്നെ ഈ ഒരു ഷോപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിർത്തിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓരോന്നും നമുക്ക് ആവശ്യമുള്ള ഓരോന്നും നമുക്ക് നോക്കി മനസ്സിലാക്കി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ദൂര സ്ഥലങ്ങളിലൊക്കെ ടൂറ് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൂറ് പോകുമ്പം ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അതേ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കിവിടെ വന്നിട്ടുണ്ടായത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റോഡ് സൈഡിൽ തന്നെ ഞാൻ ഈ ഒരു ലൊക്കേഷൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് വരുമ്പം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ, ബൈ.